സല്യൂട്ട് ഭാരത് സർ. ഈ പറയുന്ന പോലെ ബംഗാളിലെ തിരഞ്ഞെടുപ്പ്, തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ബംഗാളിലും തമിഴ്നാട്ടിലും കാലങ്ങളായി അവിടുത്തെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടിയ യാതനകൾ. ബംഗാളിൽ മമത എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതും ഒരു വനിതയായ മുഖ്യമന്ത്രി, നമ്മൾ കണ്ടതാണ്. ഒരു വനിതാ ഡോക്ടറുടെ മേൽ ഉണ്ടായ ആ ഹീനകൃത്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മറിച്ച് തമിഴ്നാട്ടിലാണെങ്കിൽ അത് മറ്റൊരു വശം, ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്നു. അത് പിന്നെ മക്കൾ എന്ന് പറയുന്ന കരുണാനിധി എന്ന് പറയുന്ന വലിയ നേതാവ്, അദ്ദേഹം തമിഴ്നാട് ഭരിച്ചു, അദ്ദേഹത്തിൻ്റെ മക്കൾ. ഇത് അവിടെ അങ്ങനെയുള്ള മക്കൾ വാഴ്ച ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വളർച്ച എന്താണ്? ഈ കഴിയുന്ന തിരഞ്ഞെടുപ്പോടുകൂടി എന്തായിത്തീരും ബംഗാളിൽ ബി ജെ പി, തമിഴ്നാട്ടിൽ ബി ജെ പി? ഒന്ന് ചുരുക്കി പറയാമോ? ബംഗാളിലും തമിഴ്നാട്ടിലും ബി ജെ പി അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ബംഗാളിൽ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും. തമിഴ്നാട്ടിൽ ബി ജെ പി AIADMK സഖ്യത്തിലെ NDA മുന്നണിയായി അധികാരത്തിൽ വരും. അങ്ങനെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പി ഭരണത്തിന് കീഴിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പൊ പശ്ചിമ ബംഗാളിനെ എടുത്താൽ അവിടെ 294 സീറ്റാണ് ആകെയുള്ളത്. അവിടെ തൃണമൂൽ കോൺഗ്രസ് 91 സീറ്റിൽ മത്സരിക്കുന്നു. അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഗോർഖാലാൻഡ് മോർച്ച 3 സീറ്റിൽ മത്സരിക്കുന്നു. ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് 294 സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് 294 സീറ്റുകൾ മത്സരിക്കുന്നു. ഇടതുപക്ഷ മുന്നണി അവരവിടെ 294 സീറ്റേ ഉള്ളെങ്കിലും 311 സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്തെ തമ്മിലടി വ്യക്തമാണ്. അതായത് CPIM 246, അതുപോലെ ISF 29, CPI-ML 10, CPI 16, എല്ലാം കൂടെ 311. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാളിൽ എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. തൃണമൂൽ കോൺഗ്രസിന് 48%, BJPക്ക് 38%, CPM-ന് 4%, കോൺഗ്രസിന് 2%. ഇതാണ് കഴിഞ്ഞ തവണത്തെ അവിടുത്തെ ടാലി. 3 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്ക് കുതിച്ചു വന്ന പാർട്ടിയാണ് BJP ഈ പശ്ചിമ ബംഗാളിൽ. ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് അധികാരം കിട്ടാതെ പോയതെന്ന് ചോദിച്ചാൽ ആ ബംഗാളിൽ നിന്നൊരു നേതാവിനെ ഉയർത്തി കാണിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ സുവേന്ദു അധികാരിയുണ്ട്, സൂര്യകാന്ത മജുംദാറുണ്ട്, കൃത്യമായി ബംഗാളിന്റെ 2 നേതാക്കന്മാരുണ്ട്. അവിടെ അധ്യാപക നിയമനത്തിലെ കോഴ, അതുപോലെ പിൻവാതിൽ നിയമനം, റേഷൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ CAA നടപ്പാക്കിയതോടുകൂടി അവിടുത്തെ ബംഗ്ലാദേശികളായിട്ടുള്ള വോട്ടർമാരെ പുറന്തള്ളി നല്ല ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പം ഇലക്ഷൻ നടക്കുന്നത്. അവിടെ മധുവ സമുദായം, ബംഗ്ലാദേശിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട ഹിന്ദു സമൂഹം, അവരുടെ സ്വാധീനം 40 മണ്ഡലങ്ങളിലുണ്ട്. ഈ 40 മണ്ഡലങ്ങളിൽ അവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് BJPക്കാണ്. അങ്ങനെ വളരെ അനുകൂലമായിട്ടുള്ള, അതുപോലെ 24 ഫർഗാന എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം തിരുവനന്തപുരവും കൂടി ചേരുന്ന പോലെയാണ് പശ്ചിമ ബംഗാളിലെ 24 ഫർഗാന എന്ന് പറയുന്ന ജില്ല. അത് വടക്കും തെക്കുമായിട്ട് 2 ഭാഗമുണ്ട്. അവിടെ ഈ പറയുന്ന മധുവ സമുദായത്തിന്റെ പിന്തുണ കിട്ടുന്നതോടുകൂടി BJP തൂത്തുവാരും എന്നുള്ള ഉറപ്പാണ്. അതായത് നിസ്സംശയം പറയാം, പശ്ചിമ ബംഗാൾ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ, തമിഴ്നാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ AIADMKയും BJPയും തമ്മിലുള്ള സഖ്യം, ആ സഖ്യത്തിൽ 167 സീറ്റിൽ AIADMK മത്സരിക്കുന്നു, BJP 27 സീറ്റ് മത്സരിക്കുന്നു, PMK 18 സീറ്റ്, AMMK 11 സീറ്റ്, TMC 5 സീറ്റ്, IJK 2 സീറ്റ്, TMMK 1 സീറ്റ്, NJP 1 സീറ്റ്, STMK 1 സീറ്റ്. ഇതൊരു മുന്നണിയാണ്. കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ BJPക്ക് ഇത്ര ശക്തമായ മുന്നണി ഉണ്ടായിരുന്നില്ല. AIADMK വേറെയായിരുന്നു. ഇത്തവണ AIADMK വന്നിരിക്കുന്നു. അപ്പൊ ശക്തമായ മുന്നണിയാണ്. പിന്നെ വലിയ ഭരണവിരുദ്ധമായ വികാരം തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിലെ പിണറായി വിജയനെ പോലെയല്ല, അതിനേക്കാൾ അസഹ്യമായ ഭരണമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വലിയ ഒരു തരംഗം തന്നെ തമിഴ്നാട്ടിൽ ആഞ്ഞടിക്കുമ്പോൾ AIADMKയും BJPയുടെയും സഖ്യം അധികാരത്തിൽ വരും. ഇവിടെ ഓർക്കണം, ഇവിടെ മുന്നണിയുടെ പേര് NDA എന്ന് തന്നെയാണ്. തമിഴ്നാട്ടില് NDA മുന്നണി എന്ന പേര്, തമിഴ്നാട്ടിലെ സാഹചര്യം നോക്കുമ്പോൾ ഇത്തവണ വളരെ അനുകൂലമാണ്. തമിഴ്നാട്ടിൽ NDA സഖ്യം എന്ന പേരിലാണ് മത്സരിക്കുന്നത്. AIADMK കഴിഞ്ഞ തവണ ഈ സഖ്യത്തിലുണ്ടായിരുന്നില്ല. ഇത്തവണ AIADMK, BJP,
അതുപോലെ തന്നെ PMK, AMMK, ഇങ്ങനെ നിരവധി കക്ഷികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നടൻ വിജയകാന്തിന്റെ TVK എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. പലരും അതിനെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നടൻ വിജയ്ക്ക് അവിടെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന്. അത് പറയാൻ കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമയിൽ നിന്ന് വന്ന് വിജയം വരിച്ചവര് കരുണാനിധിയും MGRഉം ജയലളിതയും മാത്രമാണ്. അതിനുശേഷം പലരും വന്നു, അവരൊക്കെ പരാജയപ്പെട്ടു. നമുക്കറിയാം ശിവാജി ഗണേശൻ, വിജയകാന്ത്, കമലഹാസൻ, ഭാഗ്യരാജ്, ശരത് കുമാർ, കാർത്തിക്, ഏറ്റവും അവസാനം രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ 7 മഹാനടന്മാർക്ക് കഴിയാത്ത കാര്യം വിജയിക്ക് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയം മാറിയിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ഘടന മാറിയിരിക്കുന്നു. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലും BJP അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിരിക്കുകയാണ്. സർ, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് സർ, ബംഗാളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, അതായത് ബംഗാളിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 33 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിൽ അധികം CPM എന്ന് പറയുന്ന പാർട്ടി തനി ബംഗാളിയായി ജീവിച്ച ജ്യോതി ബസു എന്ന അവരുടെ മുൻ മുഖ്യമന്ത്രി സർ, നിരവധി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അവിടുത്തെ ജനങ്ങളോട് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ സംസാരിക്കാനായി ചെല്ലുമ്പോൾ അവർ പലരും CPM എന്ന് പറയുന്ന പാർട്ടിയുമായി ആഭിമുഖ്യം ഉണ്ടായിരുന്നവർ, പാർട്ടി അംഗങ്ങൾ ഒക്കെ തന്നെ BJPയിലേക്ക് മാറിയിരിക്കുന്നു. അവിടുത്തെ ജനത ശരിക്കും ആ 33 വർഷത്തെ അല്ലെങ്കിൽ 30 വർഷത്തിലധികം CPM ഭരണത്തിന് കീഴിൽ ജീവിച്ചവർ ഇന്നിപ്പോ ഒരു ഭരണമാറ്റം ഈ മമതയുടെ ഭരണത്തിൽ കൊണ്ടും അവരും, അതായത് CPMഉം അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലായിരുന്നു എന്ന് അവർ തന്നെ പറയുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ജനത പ്രതീക്ഷ അർപ്പിക്കുന്നത് ശരിയായി തീരുമോ എന്നുകൂടി ചോദിച്ചുകൊണ്ട്, കാര്യം BJPയിൽ അവർ നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഈ കണ്ട ഗുണ്ടകളെ ഒക്കെ തന്നെ, അതായത് മമതയുടെ ഗുണ്ടകളെ ഒക്കെ തന്നെ ഏറ്റവും അടുത്ത്, അതായത് മെയ് 4 തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ മമതയുടെ ഗുണ്ടകളെ അകത്താക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. സർ, ബംഗാളിലെ ജനത BJPയിൽ പ്രതീക്ഷ വെക്കുന്നത് ഫലവത്തായി തീരുമോ? അതുകൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ നടന്നത് 33 വർഷക്കാലം നീണ്ടുനിന്ന CPM ഭരണത്തിന്റെ തുടർച്ചയും ആവർത്തനവുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യ കാലഘട്ടം. അതായത് മമതാ ബാനർജിയെ ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നത് മറുത ബാനർജി എന്നാണ്. അപ്പോ അവരുടെ മറുത ഭരണം വളരെ ഭീകരമായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഷാജഹാൻ ഷെയ്ഖ്, TMC നേതാവാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖ് 24 ഫർഗാന എന്ന് പറയുന്ന പ്രദേശത്തെ സമാന്തര ഭരണം നടത്തുകയായിരുന്നു. അതിഭീകരമായ രീതിയിൽ പാർട്ടി ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ റേഷൻ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അവരുടെ ദൈനംദിന ജീവിതത്തെ അങ്ങേയറ്റം ഏകാധിപത്യപരമായ രീതിയിൽ അടിച്ചമർത്തുകയും സർക്കാർ നിയമനങ്ങൾ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളാക്കി TMC സ്വന്തമാക്കുകയും ഒക്കെ ചെയ്ത ഭീകര ഭരണത്തിന് ശേഷം ഒരു ശാന്തമായ അന്തരീക്ഷം വേണം. കാരണം എന്തായിരുന്നു CPM ഭീകരത, അത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഭീകരത. കാരണം ഇത് രണ്ടും ഒന്നാണ്. പക്ഷെ ഇന്ന് BJP വരുമ്പോൾ ഈ രണ്ട് ഭീകരതയ്ക്കും മറുപടി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ സംശുദ്ധമായ ഒരു ഭരണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ BJP തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് പശ്ചിമ ബംഗാൾ തൂത്തുവാരാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4 പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ സംഭവിക്കട്ടെ. ഒരു നല്ല ഭരണമാറ്റം ബംഗാളിൽ ഉണ്ടാകും, തമിഴ്നാട്ടിലും അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ സാർ? അതെ, തീർച്ചയായും പ്രതീക്ഷിക്കാം. താങ്ക് യു.